Hi friends, welcome to Garam Masala, the magic spices of cooking. വറുത്തരച്ച സാമ്പാർ മലബാർ സ്റ്റൈൽ. ഇന്ന് നമുക്ക് മലബാർ സ്റ്റൈലിൽ ഒരു വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ആദ്യം വറുക്കാൻ വേണ്ട സാധനങ്ങൾ: കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, കുരുമുളക് 2 ടീസ്പൂൺ, വറ്റൽമുളക് 6 മുതൽ 8 എണ്ണം വരെ, കറിവേപ്പില, മല്ലിയില 2 ടേബിൾ സ്പൂൺ, കായം 1 ടീസ്പൂൺ, തേങ്ങ 1/2 കപ്പ്, ചെറിയുള്ളി 4 മുതൽ 5 എണ്ണം വരെ, പുളി, വെജിറ്റബിൾസ്. ഇവിടെ ഞാൻ 2 കപ്പ് വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. തുവരപ്പരിപ്പും കടലപ്പരിപ്പും വേവിച്ചെടുത്തത്. ആദ്യം നമുക്ക് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ വറുത്തെടുക്കാം. അതിനായി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലോട്ട് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്നുപരിപ്പ് ചേർക്കാം. അടുത്തതായി ജീരകം, ഉലുവ, കുരുമുളക് ഇവ കൂടെ ചേർക്കണം. ഇനി നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മല്ലി കൂടെ ചേർക്കാം. നന്നായി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഉള്ളിയും തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കാം. ഇത് ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് സാമ്പാർ റെഡിയാക്കാം. അതിനായി ഒരു വലിയ പാൻ എടുക്കണം. ഇതിലോട്ട് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള കടലപ്പരിപ്പും തുവരപ്പരിപ്പും കൂടെ ഒഴിക്കാം. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, വെജിറ്റബിൾസ്, ഇവ ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾസ് ആദ്യം ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഈ വെജിറ്റബിൾസ് വെന്ത് വന്നതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചമുളക്, തക്കാളി, വെണ്ടയ്ക്ക, സവാള ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ പുളിവെള്ളം കൂടെ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് മല്ലിയിലയും കറിവേപ്പിലയും സ്പ്രിങ്കിൾ ചെയ്യാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അടുത്തതായി സാമ്പാറിലോട്ട് വറുത്തിടാം. അതിനായി വെളിച്ചെണ്ണയിലോട്ട് ആവശ്യത്തിന് കടുക് ചേർക്കാം.
ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മലബാർ സ്റ്റൈൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ സാമ്പാർ നമുക്ക് ദോശ, ഇഡ്ഡലി, പ്ലെയിൻ റൈസ് ഇവയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാം. Thank you. Please subscribe.